പാലക്കാട് മുണ്ടൂരിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരിച്ച അലന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അലനൊപ്പം പരിക്കേറ്റ അമ്മ വിജി ആശുപത്രിയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്. കാട്ടാന ആക്രമണത്തിൽ അലൻ കൊല്ലപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു നടപടിയിൽ പരിഹാരം ആവശ്യപ്പെട്ട സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഹർത്താൽ ആചരിച്ചിരുന്നു. അതുപോലെ തന്നെ ഡിഎഫ്ഒ ഓഫീസിലേക്ക് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും നടന്നിരുന്നു. ഇപ്പോൾ എന്തായാലും അലന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവിടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, അലന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. നിരവധി ആളുകളാണ് ആ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കുന്നത്. അല്പസമയം തന്നെ പൊതുദർശനത്തിനുള്ള നടപടിക്രമങ്ങൾ അവിടെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അലന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചു വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് അലന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ അലന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ഉണ്ടായ കാഴ്ച വലിയ വികാരപരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം 22 വയസ്സുള്ള ചെറുപ്പക്കാരനെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടമായിരിക്കുന്നത്. വലിയ ദുഃഖത്തോടു കൂടിയാണ് നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളടക്കം അലന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ഉണ്ടായ വികാരഭരിതമായ കാഴ്ച. ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം പാലക്കാട് മുണ്ടൂരിൽ കായംകുളം ഭാഗത്ത് വെച്ചുണ്ടായിട്ടുള്ളത്. വീട്ടിലേക്ക് വരുന്ന വഴി അമ്മയും മകനും കൂടെ വീട്ടിലേക്ക് വരുന്ന വഴി വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റ അമ്മ തൃശൂർ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ സംഭവം തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സമീപവാസികളാണ് അലനെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ അമ്മയും മകനെ എത്തിച്ചത്. എന്നാൽ അലനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് നാട്ടുകാരും പോലീസ് അടക്കം പറഞ്ഞിട്ടുള്ളത്. വലിയ ഒരു വികാരപരമായ സംഭവം തന്നെയാണ് പാലക്കാട് മുണ്ടൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. തുടർന്ന് 9 മണിയോടുകൂടെ ഇപ്പോൾ അലന്റെ കയറങ്കോട്ട് വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ളൊരു വികാരപരമായ കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം വീട്ടിൽ അമ്മ പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടില് അച്ഛനും സഹോദരിയുമാണ് ഉള്ളത്. അവര് രണ്ടുപേരും വലിയ രീതിയിലുള്ള ഒരു പൊട്ടിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അലിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ അലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും അടക്കമുള്ള ആളുകളൊക്കെ രാവിലെ മുതൽ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയൊരു ദുഃഖത്തിൽ തന്നെയാണ് നാടൊന്നാകെയുള്ളത്. ഇന്നലെ തന്നെ അലന്റെ കുടുംബത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും 6 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ അലന്റെ കുടുംബത്തിനും 1 ലക്ഷം രൂപ അമ്മയുടെ ചികിത്സക്കുമായാണ് കൈമാറിയിട്ടുള്ളത്. അടിയന്തരമായി സൗജന്യമായ ചികിത്സ തന്നെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് അമ്മ വിജിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടെ മൈലമ്പള്ളിയിലെ സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. കാരണം ഇത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ കാട്ടാനയുടെയും അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ഇതിന് പരിഹാരം കാണണമെന്ന് അതേപോലെ തന്നെ അലന്റെ കുടുംബത്തിന് വലിയ രീതിയിലുള്ള സഹായം ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതിഷേധവും ഇന്നലെ മുതൽ ഈ മുറിലുണ്ടായിരുന്നു. കാരണം കേന്ദ്ര സർക്കാരിന്റെ വനം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അതുപോലെ തന്നെ മുണ്ടൂരിൽ ഹർത്താലും ഇന്നലെ ആചരിച്ചിരുന്നു. നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അലന്റെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ സംഭവം. തീർച്ചയായും നിരവധി ആളുകളാണ് അലന്റെ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മൃതദേഹം വീട്ടിലെത്തിച്ചു. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയോടെ സംസ്കാര ചടങ്ങും നടക്കും. ഞായറാഴ്ചയായിരുന്നു പാലക്കാട് മുണ്ടൂര് കാട്ടാന ആക്രമണത്തിൽ അലനും അമ്മയ്ക്കും നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത്. ആനയുടെ ആക്രമണത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അലൻ മരിക്കുകയായിരുന്നു. അമ്മ വിജി ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തുടരുന്നത്. ഈ ഒരു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ ഇന്നലെ മുണ്ടൂരിൽ ഹർത്താൽ ആചരിച്ചിരുന്നു. അതുപോലെ തന്നെ DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ
നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് കാണാൻ സാധിച്ചത്. ഇതിൽ വ്യക്തമായ ഒരു നടപടി അല്ലെങ്കിൽ പരിഹാരം വേണമെന്ന് തന്നെയാണ് നാട്ടുകാർ ഈ വിഷയത്തിൽ പറയുന്നത്. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.